അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിനൊക്കെ ഇത് റെഡിയാക്കി എടുക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഞാനിവിടെ 5 സവാള എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തത്. 1 കിലോ ഉള്ളി. ഞാനിപ്പോൾ സവാളയും ചിക്കനും സെയിം അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് തൈര്, 2 വലിയ തക്കാളി, 2 ചെറുനാരങ്ങ, നെയ്യ്. ഇവിടെ എടുത്തിട്ടുള്ള 6 kg ആണ്. പിന്നെ വേണ്ടത് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ജീരകശാല റൈസ് 7 കപ്പ്, പുതിനച്ചപ്പ്, മല്ലിച്ചപ്പ്, വെളിച്ചെണ്ണ. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, അണ്ടിപ്പരിപ്പ്. പിന്നെ വേണ്ടത് കിസ്മിസ്, ആവശ്യത്തിന് ഉപ്പ്. ശേഷം ഒരു പാത്രം വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി നന്നായി വാട്ടിയെടുക്കാം. ഉള്ളി ഇവിടെ ചെറുതായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചതച്ച പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചേർത്ത് നന്നായി വാട്ടിയെടുക്കാം. ഉള്ളി നന്നായി വാടി വരണം. ഇതിന് പച്ചമണം ഒന്ന് മാറി വന്നാൽ അതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ തക്കാളി നല്ലോണം വെന്ത് കിട്ടും. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ഗരം മസാല അതും ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ. നന്നായി വാട്ടിയെടുക്കാം. പൊടിയിട്ട് നന്നായി അതൊന്ന് വാടി വന്നാൽ നമുക്കതിലേക്ക് ചിക്കനും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ശേഷം പിന്നെയും തുറന്ന് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം മൂടി വെച്ച് ചെറിയ സിമ്മിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ചിക്കൻ്റെ അകത്ത് നിന്ന് വെള്ളം ഇതുപോലെ ചെറുതായി ഇറങ്ങി വരും. ഒരു ബൗളെടുത്ത് നമുക്കതൊന്ന് കുറച്ചൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ലാസ്റ്റ് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട മസാലയാണ്. മസാലയിലുള്ള ചെറുതായി പൊങ്ങി വരുന്ന ആ കറി മാത്രം എടുത്താൽ മതി. അതിനുശേഷം അടച്ച് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് മല്ലിയില പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്ത നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ച് നമുക്ക് അതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന്
ഉള്ളി ചെറുതായി ഇതുപോലെ തിരുമ്മിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറിൽ ചെയ്തെടുത്താൽ മതി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ആ സെയിം നമ്മൾ ഉള്ളി പൊരിച്ച ആ ഓയിൽ തന്നെ നമുക്ക് അടുത്ത ചോറ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായി ഒന്ന് പൊട്ടി വരണം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് പൊതിർത്തി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഊറ്റിയെടുത്ത റൈസാണിത്. നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ. ഫുൾ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ചെറിയൊരു കളർ ചേഞ്ച് ആയി വരും റൈസിന്. അതുവരെ നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കാം. ചെറുതായി കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിലാണ് റൈസ് എടുത്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു കപ്പും പിന്നെ ഒരു ഹാഫ് കപ്പുമാണ് ഞാനിവിടെ വെള്ളം ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ വേണം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ചെറുതായി തിളക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ഒരു ലെമൺ ഇതുപോലെ സ്ക്വീസ് ചെയ്ത് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ മസാലയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില, പുതിനച്ചപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ കറിയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള ഗ്രേവിയാണിത്. അതും കൂടെ
കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ലെമൺ, ബാക്കിയുള്ള റൈസും ഇതേപോലെ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ മേലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത ഓണിയനും ബാക്കി വരുന്ന മല്ലിച്ചപ്പിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം. 15 മിനിറ്റ് ഇത് വെക്കണം അടച്ചു വെച്ച്. അതിലേക്ക് 5 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കണം. അതിന് ശേഷം ബാക്കി 10 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മളെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മറ്റേ പാത്രത്തിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മേലെയുള്ള ചോറൊക്കെ ആ പാത്രത്തിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാല ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ശേഷം ചോറൊന്ന് നന്നായി സ്പൂൺ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസ് എല്ലാം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.